ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. അപ്പോൾ ഇന്ന് നമ്മളുടെ IBPS സ്പെഷ്യൽ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അരിത്തമെറ്റിക് പ്രോബ്ലംസ്, അതായത് വേർഡ് പ്രോബ്ലംസിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള 5 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ 5 ക്വസ്റ്റ്യൻ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഷോർട്ട് ട്രിക്സ് ആയിട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേപോലെ, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അയ്യോ ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചെയ്തതെന്നല്ലേ. അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളെല്ലാം പോകുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ട ബേസും ഫൗണ്ടേഷനും എല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ക്ലാസ്സുകളിൽ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേപോലത്തെ ഒരു ബാച്ച് IBPS RRB സ്പെഷ്യൽ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മെയിൻസിനും ഇന്റർവ്യൂവിനും അടക്കമുള്ള കോച്ചിങ് ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്, ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് തുടങ്ങി എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി ബാച്ചാണ്. നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് IBPS RRB എക്സാമിനും IBPS എക്സാംസിനൊക്കെ ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ ബാച്ചിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടു പേടിക്കണ്ട, കുറച്ച് ലെങ്തിയാ. അപ്പൊ ലെങ്തി ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോ. Two trains are traveling with speed 144 km/h and 108 km/h. Crosses each other in 6 seconds while traveling in opposite direction. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മക്കളെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അത് ആഡ് ചെയ്യണം. ഓപ്പോസിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, സെയിം ആണെങ്കിൽ കുറയ്ക്കണം. 252 എന്ന് കിട്ടി. അതിനെ എന്തിലേക്ക് മാറ്റണം? അപ്പൊ തന്നെ കാര്യങ്ങൾ എഴുതി വെക്കാം. 5/18 മാറ്റി അല്ലെ, ഇൻറ്റു 6 ചെയ്തു. ക്ലിയർ അല്ലേ? 5/18 മാറ്റി നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റു 6 ചെയ്തു. അപ്പൊ രണ്ട് ട്രെയിനിന്റെയും ടോട്ടൽ ലെങ്ത് നമുക്ക് അവിടെ വന്നു. ഇവിടെ 3 ആണ്, 3 ഇവിടെ 8 ടൈംസ് 4 ടൈംസ് 420 മീറ്റർ എന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ. The longer train whose length is 60 meter more than the smaller train. അപ്പൊ സ്മോളർ ട്രെയിൻ X ആണെങ്കിൽ ലോങ്ങർ ട്രെയിൻ എത്രയുണ്ട്, 60 കൂടുതലുണ്ട്, 420 എന്ന് കിട്ടി. സോ എനിക്ക് അവിടെ നിന്ന് X is equal to എത്ര കിട്ടും, 180 എന്ന് കിട്ടും. X 180 ആണെങ്കിൽ ലാർജറിന്റെ ലെങ്ത് എത്രയായിരിക്കും നമുക്ക്, അതൊരു 240 ആയിരിക്കും. 60 കൂടുതലാണ്, 240 ആണ്. അവിടെ നിൽക്കട്ടെ. And running with 108 km/h crosses a railway platform in 20 seconds. അപ്പൊ 108 അത് പോകുന്ന ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിനെ 5/8 20 ചെയ്തു അല്ലെ. 5/8 ചെയ്തു, 20 ചെയ്തു. ഇവിടെ 6 എടുത്താൽ 30 × 20 600 മീറ്റർ ആണ്. 600 മീറ്റർ ആണ് അല്ലെ, 600 മീറ്റർ ആണ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ലോങ് ട്രെയിൻ 240 ആണ്. 600 ൽ 240 കുറച്ചാൽ എനിക്ക് 360 കിട്ടും. 360ന്റെ ഒപ്പം എന്താണ്, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ സ്മോളർ ട്രെയിൻ 180 ആണ്. ഡിവൈഡഡ് ബൈ സ്മോളർ ട്രെയിനിന്റെ സ്പീഡ് എത്രയാ, 144 ആണ്. 108 ലോങ്ങർ ആണെങ്കിൽ സ്മോളർ 144 ആണ്. ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട് കാണാനായിട്ടുള്ളത് കൊണ്ടാണ്. 360 പ്ലസ് 180 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 5/18 ആണ്. 18 മുകളിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എത്ര വരും, 9 ആണ് അല്ലെ. 9 ആണ്. ഈ മുകളിൽ കിടക്കുന്നത് 540 എത്ര വരും, 9 × 5 എന്നാണ് വരിക അല്ലെ. ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് സുഖമായി. ഇവിടെ 8 ആണ്, സോറി 8 ആണ്, 9 അല്ല 8 ആണ് അല്ലെ. 8 ആണ്. കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് എത്രയാണ് ആൻസർ വരുന്നത്, 540/40, അതായത് 27/2 എന്ന് വരും. 27/2 ആൻസർ 13.5 സെക്കൻഡ്സ് എന്നാണ് ആൻസർ വരിക. 13.5 സെക്കൻഡ്സ് എന്നാണ് നമുക്ക് ആൻസർ വരിക. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ പല വട്ടം നിങ്ങളോട് പറയുന്നുണ്ട്, എന്താണ് ഇത് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം നമുക്ക് എടുക്കും. അപ്പൊ ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യനിൽ മിച്ചം പിടിക്കുന്ന ടൈം, സേവ് ചെയ്യുന്ന ടൈം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യണം. കാൽക്കുലേഷൻ കുറച്ച് സ്പീഡാക്കണം, പരമാവധി സ്റ്റെപ്പുകൾ കുറയ്ക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വരുന്നു. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം പ്രിലിംസിന്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാൽ 2 ലൈനേ ഉള്ളൂ, പക്ഷെ ക്വസ്റ്റ്യൻ ഇത്തിരി
ചെയ്യാനുണ്ട്. നോക്കാം. The ratio between principal to CA for 2 years is 25:11. Find the principal if difference between CA and SA for 2 years is given is rupees 240. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം PR² by 100 into 100 ആണ് എന്ത് വരിക, 2 വർഷത്തെ ഡിഫറൻസ് വരിക. പിന്നെ ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു എന്താ, പി ഇൻറ്റു എന്താണ് വരിക, പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ സ്ക്വയർ അല്ലെ, -1 എന്നാണ് വരിക. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സി ഐ ബൈ പി പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി അല്ലെ. ഇതിൽ നമുക്ക് സി ഐ ബൈ പിക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാം, 1 പ്ലസ് ആർ ബൈ 100 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും, 11/25 പ്ലസ് 1 കൊടുക്കാം. ആ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. അത് എനിക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആറിന്റെ വാല്യൂ 20% കിട്ടും. ആ ആറിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്തു, ഈ ആറിനെ കൊണ്ടുപോയി ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, പി ഇൻറ്റു 20 into 20 ഡിവൈഡഡ് ബൈ 100 into 100 ഈക്വൽ ടു 240 അല്ലേ. രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്തു അല്ലെ. ഇത് 4, ഇവിടെ 60 ആണ്. 6000 എന്ന ആൻസർ കിട്ടി. 6000, സോറി, ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്ത് തെറ്റിയതാണ്. എന്ത് കിട്ടി നമുക്ക് ആൻസർ, 6000. ഓപ്ഷൻ എയിലേക്ക് ആൻസർ എത്തും. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒറ്റ സ്റ്റെപ്പിൽ ആലോചിക്കുക. 11/25 36/5 ആണ്. എനിക്ക് കിട്ടി 1 പ്ലസ് 1/100 ഇസ് ഈക്വൽ ടു എന്താണ്, 6/5 ആണ്. റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം, R is equal to 20% കിട്ടാം. ഇക്വേഷൻ അറിയണം, കൺസെപ്റ്റ് അറിയണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസിൽ സേവ് ചെയ്യുന്ന ടൈം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, A is 50% more efficient than B എന്ന് പറഞ്ഞാൽ A എത്രയാണ്, 50% കൂടുതലാ, Bക്ക് 100 ഇട്ടു. A is 60% less efficient than B and C together എന്നാണ്. അപ്പൊ B plus C എത്രയാണ്, 180 into 100/60 അല്ലെ. 60% ലെസ് ദാൻ ആണ് അല്ലെ. 60% ലെസ് ദാൻ ആണെങ്കിൽ 60 ആണ് ഇടുക, അല്ല 40 ആണ് ഇടുക. കട്ട് ചെയ്തു. ഇവിടെ 5, ഇവിടെ 2, ഇവിടെ 75 into 5 എത്രയാ വരിക, 75 into 5 180, എത്ര 2 വരും. പ്ലസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്രയാണ്, 5. നമ്മൾ 75 into 5ലേക്കാണ് നമ്മളുടെ ആൻസർ എടുക്കുന്നത്. അപ്പൊ എത്ര കിട്ടി, 75 into 5 37 അല്ലെ, 375. അതിൽ ബി 100 ആണെങ്കിൽ സി എത്രയാണ്, 275 ആണ് വരിക. സി എത്രയാണ്, 275. ദെൻ ഫൈൻഡ് സി ഈസ് ഹൗ മച്ച് പെർസെന്റേജ് മോർ ആണ് വരിക. എത്രയാണ്, 275. 100ൽ നിന്നും 175% കൂടുതൽ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ. 75 into 5 375 കിട്ടി. അപ്പൊ നമുക്ക് അത് ചെയ്തു വരും 275. അപ്പൊ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്ന് ട്രിക്കിയാണ്, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊരു കൺഫ്യൂസിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് സ്ക്വയർ ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് ഇസ് 628. അപ്പൊ തന്നെ നമുക്ക് എഴുതാം x² പ്ലസ് y² ഇസ് ഈക്വൽ ടു 628 എന്ന് എഴുതാം. ഇനി 45 5/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500/11 ആണ്. അത് പെർസെന്റേജിനെ മാറ്റുമ്പോൾ 1/100 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 5/11 കിട്ടി. അപ്പൊ അടുത്ത നമ്പർ ഏതൊക്കെയാണ് നമുക്ക് വരിക, ഒന്നും കുറവാണ്, അതായത് 6/11 ആണ് വരിക. അപ്പൊ ഒന്ന് y എത്രയാ വരിക, x ഇതാണെങ്കിൽ y എത്ര വരും, 6/11 y വരും x. ക്ലിയർ അല്ലേ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 6/11 y ഹോൾ സ്ക്വയർ പ്ലസ് y² is equal to 628 ആണ്. സോൾവ് ചെയ്താൽ നമുക്ക് y equal to 28 എന്ന് കിട്ടും. y equal to 28 എന്ന് കിട്ടും. x equal to എന്തും കിട്ടി നമുക്ക്, x equal to 12 കിട്ടി. x equal to 12 കിട്ടി. ഇത് ചെയ്ത് നോക്കുമ്പോൾ 36 y² വരും പ്ലസ് 121 വരും. 36 പ്ലസ് 121 ആലോചിച്ച് ചെയ്യാം. 157 y² വരും ഈക്വൽ ടു 121 ഇൻറ്റു, ഓക്കെ, ഇവിടെ 4 വട്ടമാണ് 484. അങ്ങനെയാണ് y 22 കിട്ടുന്നത്. വൈയുടെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x² എത്ര കിട്ടി, 144, x 12 കിട്ടി. അപ്പൊ ഇതേപോലെ മൈൻഡിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ചെയ്ത് ഇവിടെ 6y/11 36/121 y² പ്ലസ് y² is equal to 628 അത് അങ്ങോട്ട് കൊണ്ടുപോയി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് ടൈം എന്ത് ചെയ്യും, അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഒരുപാട് ടൈം അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്.
ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിയ, ശീതൾ, സാക്ഷി. Priya, Sheetal and Sakshi started a business together. Invested the amount 2:8:7. അപ്പോൾ പ്രിയ ഉണ്ട്, ശീതൾ ഉണ്ട്, സാക്ഷി ഉണ്ട്. 2:8:7 ആണ്. ഓവറോൾ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 1 year. പ്രിയ ഇൻവെസ്റ്റഡ് 9 months. ശീതള് 4 മാസം മുന്നേ, അതായത് 8 മാസം അവിടെ എടുക്കുന്നുണ്ട് ശീതളിന്റെ. സാക്ഷി ഇൻവെസ്റ്റഡ് 6 months ആണ്. 6 months ആണ്. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കളയാ. 2 ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ 4 വട്ടം, ഇവിടെ 3 വട്ടം അല്ലെ. സോ നമുക്ക് 9:32:21 ആണ്. എന്താ വന്നിരിക്കുന്നത്? ആൻഡ് ഗോട്ട് ആൻ ഓവറോൾ പ്രോഫിറ്റ് ഓഫ് എത്രയാണ് വരുന്നത്? ഓക്കെ, 24,800 ആണ്. 24,800 ആണ്. അപ്പൊ ടോട്ടൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? ഇവിടെ 32, 41, 62. സോ 62 പാർട്ടാണ് 248. അതായത് 248, 62 into 4 ആണ്. സോ 1 പാർട്ട് നമുക്ക് 400 കിട്ടി. 24,800 ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് സാക്ഷീസ് ഷെയർ ഇൻ പ്രോഫിറ്റ് ആണ്. സാക്ഷിയുടെ 21 into 400 8,400 ആണ്. സാക്ഷിയുടെ എത്രയാണ് വരിക? 8,400 ആണ്. അപ്പൊ ഈ രീതിയിൽ തന്നെ ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ചെയ്യാം. തെറ്റാനായിട്ട് ഇടവരുത്തരുത്. മറ്റുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തെറ്റാതെ ചെയ്തെടുക്കുക. അപ്പോൾ 8,400 ആണ് സാക്ഷിയുടെ ആൻസർ വരിക. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കാണാം. ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ക്ലാസ്സുകളിൽ അത് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, IBPS RRB സ്പെഷ്യൽ ബാച്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. എക്സാംസ് ഒക്കെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.